സ്നേഹം മനസ്സിലുണ്ടാവാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് നീ കരഞ്ഞു പറഞ്ഞാൽ അനുസരിക്കും. എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? അതെ, പക്ഷേ നിന്റെ ദേഷ്യവും എടുത്തുചാട്ടോ ഒന്നും വേണ്ട. മര്യാദയ്ക്ക് വേണം കാര്യങ്ങൾ പറയാൻ. പൃഥ്വി, എനിക്ക് നാളെ ഒന്ന് വീട്ടിൽ പോണായിരുന്നു. അയ്യോ, നാളെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ അശി. പൃഥ്വി വരണ്ട, ഞാൻ തനിച്ചു പൊക്കോളാം. രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഞാനും കൂടെ വരാം. പൃഥ്വി ഓഫീസിൽ വിട്ടിട്ട് എന്നെ വീട്ടിലേക്ക് വിടാനായി ഡ്രൈവറോടൊന്ന് പറഞ്ഞാൽ മതി. ശരി, താൻ രാവിലെ റെഡി ആയിക്കോ. ഏയ്, എന്താടോ തനിക്കെന്തൊരു സങ്കടം പോലെ? എനിക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. നമ്മുടെ കല്യാണം നടന്നപ്പോ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. സ്വർഗം പോലൊരു ലൈഫായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഓരോരോ പ്രശ്നങ്ങൾ കാരണം സമാധാനം ഇല്ലാതായി. എല്ലാത്തിനും കാരണം തന്നെ ചേച്ചിയും ഭർത്താവും അല്ലേ? പൃഥ്വി, വേണ്ട. ആ നാശത്തിന് എന്റെ ചേച്ചിന്നൊന്നും പറയണ്ട. അവൾ എന്റെ ആരുമല്ല. ശരി, ഞാൻ പറയുന്നില്ല. എന്താ പോരെ? പൃഥ്വിക്ക് വേണമെങ്കിൽ പൂർണിമ ചേച്ചിയോട് അവരെ ഇറക്കി വിടാൻ പറയായിരുന്നു. പക്ഷെ പൃഥ്വി അത് ചെയ്യില്ല. എങ്ങനെ പറയും? ചേച്ചിയുടെ പ്രിയപ്പെട്ട അനുജന് ചേച്ചിയെ എതിർക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? താൻ വെറുതെ ദുർഗയോടുള്ള ദേഷ്യത്തിന് എന്നോട് വഴക്കിടണ്ട. ഞാൻ പറഞ്ഞാലും അവര് പോവില്ല എന്ന കാര്യം തനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയും ചെറിയച്ഛനും ഉൾപ്പെടെ എല്ലാരും ശ്രമിച്ചിട്ടും അവരെ ഇറക്കി വിടാൻ സാധിച്ചിട്ടില്ല. ആ ദുർഗ ഒരു ഉടുമ്പ, പിടിച്ച പിടി വിടില്ല. അതുപോലെ അവള് പൂർണിമ ചേച്ചി ഇറുക്കി പിടിച്ചിരിക്കുക. താൻ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാം. അവരെ ഇവിടുന്ന് ഇറക്കാൻ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുകൂടെ വേണ്ടിയാ ഞാൻ നാളെ വീട്ടിലേക്ക് പോകുന്നത്. ദുർഗയെ തളയ്ക്കാൻ അമ്മയും അപ്പച്ചിയും തന്നെയാ നല്ലത്. ശരി, താൻ എന്തായാലും രാവിലെ റെഡി ആയിക്കോ. ഞാനിന്ന് കിടക്കാൻ പോട്ടെ, എനിക്ക് നല്ല ക്ഷീണം. കിടന്നോ, എനിക്ക് കുറച്ചുകൂടി വർക്ക് തീർക്കാനുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അശി, നീ എന്താ സർപ്രൈസ് ആയിട്ട്? പൃഥ്വി എവിടെ? ഞാൻ ഒറ്റയ്ക്കാ വന്നത്. എന്തുപറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷിക്കാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ എന്റെ ലൈഫിൽ നടക്കുന്നേ. ഇവക്കെന്താ പറ്റിയേ? താത്തൂനെ, എന്താ ഗിരിജ? ആ മോളെ, നീ എപ്പ എത്തി? മോളെ, എന്തു പറ്റി മോളെ? അമ്മ അപ്പച്ചി എന്താ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ? ഈ പെണ്ണ് എന്തൊക്കെയാ ഗിരിജയെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അതാ ആശുമോക്കി ദേഷ്യം. അതെ, അവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനൊക്കെ കാരണം ദുർഗയാ. എനിക്കെപ്പോഴേ തോന്നി ആ നാശം പിടിച്ചവൾ എവിടെ ചെന്ന് കേറിയാലും അവിടെ നശിപ്പിക്കും. ആ ദുർഗയും കിരണും കാരണം എനിക്ക് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ റാണിയാവാൻ പോയി എനിക്ക് അവിടെ ഇപ്പൊ ഒരു വിലയുമില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അതറിയാൻ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അമ്മയും അപ്പച്ചിയും കൂടെ അവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കണം. അത് ഞങ്ങൾ വിചാരിച്ചാലും നടക്കുമെന്ന് തോന്നുന്നില്ല ഷി. അതെ, ആ കോന്തനെ കിട്ടിയപ്പോ അവള് വേറെ ആരോ ആയ മട്ട. പഴയ ദുർഗയൊന്നും അല്ല വിളിപ്പോ. ഓ, അപ്പൊ നിങ്ങളും എന്നെ കൈ ഒഴിയുവാണല്ലേ? എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിക്കാം. എന്തിനാ വെറുതെ അവിടെ പോയി നാണം കിടന്നേ? എടി മോളെ, ആ ദുർഗയുടെ ഉദ്ദേശം അത് തന്നെയാ. നിന്നെ അവിടുന്ന് പുറത്താക്കി ഒറ്റയ്ക്ക് സുഖമായി ജീവിക്കണം അവൾക്ക്. നീ അതിന് അവസരം കൊടുക്കുകയല്ല വേണ്ടത്.
അതെ, ആ നശിച്ചവളെ അനുസരിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാള് ദേവേട്ടനാ. നീ എങ്ങനെയെങ്കിലും ദേവേട്ടനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ദേവേട്ടൻ പറഞ്ഞ അവൾ അനുസരിക്കും. അത് ശരിയാ. നീ നിന്റെ അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്ക്. അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അച്ഛൻ അനുസരിക്കോ? അച്ഛനും മുത്തശ്ശിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അവർക്ക് ദുർഗയല്ലേ വലുത്. അത് ശരി തന്നെയാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നീയും ദേവേട്ടന്റെ മോളല്ലേ. ആ സ്നേഹം മനസ്സിലുണ്ടാവാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് നീ കരഞ്ഞു പറഞ്ഞാൽ അനുസരിക്കും. എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? അതെ, പക്ഷേ നിന്റെ ദേഷ്യവും എടുത്തുചാട്ടവും ഒന്നും വേണ്ട. മര്യാദയ്ക്ക് വേണം കാര്യങ്ങൾ പറയാൻ. നാത്തും വിഷമിക്കണ്ട. അതൊക്കെ അശിമോള് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ, അല്ലേ അശി?